സാമീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്ന അതുപോലെ തന്നെ വെറൈറ്റി ആയിട്ടുള്ള ഒരു ബോണ്ട റെസിപ്പിയാണിത്. ആദ്യം ഇതിലേക്കായിട്ട് 1 കപ്പ് സ്വീറ്റ് കോൺ എടുത്തിട്ടുണ്ട്. ഇനി ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലപോലെ അരച്ചെടുക്കുക. ഇപ്പോൾ നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി അതേ മിക്സിയുടെ ജാറിൽ തന്നെ ഒരു പൊട്ടാറ്റോ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലപോലെ അരച്ചെടുത്ത ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് തൈര് കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഈ രീതിയിലൊന്ന് മിക്സാക്കി എടുക്കുക. ഇനി ഇതിലേക്ക് ഒരു സവാള വളരെ ചെറുതായി കട്ട് ചെയ്തെടുത്തതും 1/2 ക്യാപ്സിക്കം വളരെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതും 1 കഷ്ണം ഇഞ്ചി വളരെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതും ഇനി ഇതിലേക്ക് വളരെ ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് 2 പച്ചമുളകും കൂടെ അല്പം കറിവേപ്പിലയും അതിൻ്റെ കൂടെ തന്നെ വളരെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്ത മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും 1/2 ടീസ്പൂൺ ക്രഷ്ഡ് റെഡ് ചില്ലി, 1 ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ കായപ്പൊടി, ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. ഇനി ഇതിലേക്ക് 3/4 കപ്പ് മൈദയും 1/4 കപ്പ് അരിപ്പൊടിയും ചേർത്തിട്ട് നല്ലപോലെ മിക്സാക്കി എടുക്കുക. കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി നന്നായിട്ട് മിക്സാക്കി എടുക്കുക. ഇനി ഇത് 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റിവെക്കാം. പാനിൽ എണ്ണ ചൂടാക്കാനായി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി കൈയൊന്ന് നനച്ചതിന് ശേഷം ഇതിൽ നിന്ന് കുറച്ച് മാവെടുത്ത് എണ്ണയിലേക്ക് ഇങ്ങനൊന്ന് ഇട്ട് കൊടുക്കാം. ഇട്ടുകൊടുത്ത് ഉടനെ തന്നെ ഇളക്കേണ്ട. അത്യാവശ്യം ഒന്ന് ഫ്രൈ ആയി വരുന്ന സമയത്ത് തിരിച്ചും മറിച്ചും ഒന്ന് ഇട്ടുകൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. എല്ലാ സൈഡും നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്നെടുത്ത് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള സ്വീറ്റ് കോൺ ബോണ്ട റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു സ്പെഷ്യൽ ചട്നി തയ്യാറാക്കാം. അതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് കട്ട് ചെയ്തെടുത്ത തേങ്ങയും 1/4 കപ്പ് പീനട്ട് റോസ്റ്റ് ചെയ്തിട്ട് തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 കഷ്ണം ഇഞ്ചി കട്ട് ചെയ്തെടുത്തതും 3 പച്ചമുളക് അരിഞ്ഞെടുത്തതും 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും 1/2 ടീസ്പൂൺ ഉപ്പും ഇനി ഇതിലേക്ക് കുറച്ച് നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളിയും കുറച്ച് വെള്ളവും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ അരച്ചെടുക്കുക. ഇപ്പോൾ നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ബൗളിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് കടുക്, മുളക്, ഉഴുന്നുപരിപ്പ്, കറിവേപ്പില ഇതെല്ലാം കൂടെ വറുത്തെടുത്തിട്ടുണ്ട്. അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. അപ്പോൾ ഇത്രയുള്ള പരിപാടി. ഇത് നമുക്ക് ചട്നിയുടെ കൂടെ കഴിക്കാൻ കിടിലൻ ടേസ്റ്റാണ് കേട്ടോ. ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം.